ഇതിനാണ് നമ്മൾ ഹാംബർഗർ മെനു എന്ന് പറയുന്നത്. ഇതിന് മറ്റു പേരുകളുണ്ട്. നാവിഗേഷൻ മെനു ഐക്കൺ, മെനു ടോഗിൾ ബട്ടൺ, സൈഡ് ഡ്രോവർ ഐക്കൺ. ഇനി ഇത് കൂടാതെ ഇതേ ഫോർമാറ്റിൽ വരുന്ന കുറച്ചധികം ഐക്കൺസ് ഉണ്ട്, ഞാൻ താഴെ ഡിസ്പ്ലേ ചെയ്യാം. സോ ഇതിന്റെ ഒരു ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് മൊബൈൽ വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ നാവിഗേഷൻ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ ക്ലോസും ഓപ്പണും ചെയ്യാം. ഇതിപ്പോ നമ്മളെ സൈറ്റിന്റെ ലാപ്പിലുള്ള വ്യൂ ആണ്. ഈ സൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, മൊബൈൽ സ്ക്രീനിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും റെസ്പോൺസീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ കണ്ടോ, ഇതാണ് നമ്മളെ സൈറ്റിലെ ഹാംബർഗർ മെനു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നോട്ട്സ് ഉണ്ട്, അതുപോലെ നമുക്ക് എന്തെങ്കിലും വാക്കൻസീസ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇത് പറഞ്ഞതുകൊണ്ട് പറയാണ്, നമ്മളെ നോട്ട്സിന്റെ കാര്യം പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നോട്ട്സ് ഒന്നും എവിടേക്കും മാറ്റിയിട്ടില്ല, ഇത് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളെ സൈറ്റ് കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോഗ്രാമും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ റെഗുലർ ബാച്ച് ഈ വരുന്ന 13th, അതായത് തേഴ്സ്ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബയോയിൽ കയറിയാൽ കാണാൻ പറ്റും. ഒത്തിരി നോട്ട്സും കാര്യങ്ങളും ഡിസ്കഷനൊക്കെ നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.